ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. വിഭീഷണന്റെ അഭിഷേകമൊക്കെ കഴിഞ്ഞിട്ട് ഹനുമാൻ സീതാദേവിയെ മുഖാമുഖം കാണുന്ന സന്ദർഭമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. പിന്നെ ഹനുമാനെ നോക്കി അരുൾ ചെയ്തു, മന്നവൻ നീ പോയി വിഭീഷണാനുജ്ഞയ ചെന്ന് ലങ്കാപുരം പുക്കറിയിക്കണം. തന്വങ്കിയാകിയ ജാനകിയോടിതം നക്തഞ്ചരാധിപ നിഗ്രഹം ആദിയാം വൃത്താന്തം എല്ലാം പറഞ്ഞു കേൾപ്പിക്കണോ. എന്നാൽ അവളുടെ ഭാവവും വാക്കുമിങ്ങ് എന്നോട് വന്ന് പറക നീ സത്വരോ എന്നതു കേട്ട് പവനതനയനും ചെന്ന് ലങ്കാപുരം പ്രാപിച്ചനന്തരം വന്നോ നിശാചരർ സൽക്കരിച്ചിടിനാർ. നന്ദിതനായൊരു മാരുതപുത്രൻ രാമപാദാബ്ജവും ധ്യാനിച്ചിരിക്കുന്ന ഭൂമിസുതയെ നമസ്കരിച്ചിടിനാൻ. വക്രപ്രസാദമാലോക്യ കപിവരൻ വൃത്താന്തമെല്ലാം പറഞ്ഞു തുടങ്ങിനാൻ. ലക്ഷ്മണനോടും വിഭീഷണൻ തന്നോടും സുഗ്രീവനാദിയാം വാനരന്മാരോടും രക്ഷോവരനാം ദശഗ്രീവനെ കൊന്നു ദുഃഖമകന്നു തെളിഞ്ഞു മേവിടിനാൻ. യുദ്ധോ ഭവതിയോടൊക്കെ പറകുന്ന ചിത്തം തെളിഞ്ഞരുൾ ചെയ്തിതറിഞ്ഞാലോ സന്തോഷമെത്രയുണ്ടായതു സീതയ്ക്കെന്ത് ചൊല്ലാവത് ജാനകീ ദേവിയോ ഗദ്ഗദവർണ്ണേന ചൊല്ലിനാൾ. എന്ത് ഞാൻ മർക്കട ശ്രേഷ്ഠ ചൊല്ലേണ്ടത് ചൊല്ലു നീ. ഭർത്താവിനെ കണ്ടുകൊള്ളുവാനുപായമെന്ത് എത്ര പാർക്കണം ഇനിയോ സുജൈവ ഞാൻ നേരത്തതിന് യോഗം വരുത്തിയിടു നീ. ധീരത്വമില്ലിനെയോ പൊറുത്തിടുവാൻ. ശ്രീരാമൻ ഹനുമാനോട് പറയുകയാണ്, വിഭീഷണന്റെ സമ്മതമൊക്കെ വാങ്ങി നീ ലങ്കാപുരിയിൽ പ്രവേശിച്ച് രാവണ നിഗ്രഹം തുടങ്ങി എല്ലാ കാര്യങ്ങളും സീതയെ അറിയിക്കണം. സീതയുടെ മറുപടിയും ഭാവവും തിരിച്ചു വന്ന് നീ എന്നെ ധരിപ്പിക്കണം. ഉടൻ ഹനുമാൻ ലങ്കയിലേക്ക് പോയി. രാക്ഷസന്മാർ വന്ന് ഹനുമാനെ ആദരിച്ചു. രാമപാദങ്ങൾ മാത്രം ധ്യാനിച്ചിരുന്ന സീതയെ അദ്ദേഹം മുഖാമുഖം കണ്ട് വണങ്ങി. രാവണനെ കൊന്ന് സുഗ്രീവാദികളോടൊപ്പം രാമൻ സുഖമായി വസിക്കുന്നു എന്ന വാർത്ത ദേവിയെ അറിയിക്കാനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞു. സീതയ്ക്കുണ്ടായ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. വാനര ശ്രേഷ്ഠ, ഞാൻ എന്താണ് പറയേണ്ടതെന്ന് നീ തന്നെ പറയൂ. രാമനെ കാണാൻ എന്താണ് മാർഗം? എത്ര കാലം ഇനി ഞാൻ ദുഃഖിച്ച് കഴിയണം? ഇനിയും കാത്തിരിക്കാൻ എനിക്ക് വയ്യ. വേഗം കൂടിക്കാഴ്ചയ്ക്ക് എനിക്ക് അവസരമുണ്ടാക്കി തരണം. ശ്രീരാമൻ വിഭീഷണനോട് പല്ലക്കിൽ സർവാഭരണ വിഭൂഷിതയായ സീതയെ അയക്കുവാൻ പറയുന്നു. ലക്ഷ്മണനോടുമായ സീതയും സുജാതൽക്ഷണേ ചൊല്ലിനാളേതുമേ വൈകാതെ വിശ്വാസമാശുമത് ഭർത്താവിനും മറ്റു വിശ്വത്തിൽ വാഴുന്നവർക്കും വരുത്തുവൻ. കുണ്ടത്തിൽ അഗ്നിയെ നന്നായി ജ്വലിപ്പിക്ക, ദണ്ഡമില്ലേതും എനിക്കതിൽ ചാടുവാൻ. സൗമിത്രിയും അതു കേട്ടു രഘുോത്തമ സൗമുഖ്യഭാവം ആലോക്യ സസംഭ്രമവും സാമർഥ്യമേറുന്ന വാനരന്മാരുമായി
ഹോമകുണ്ഠം തീർത്ത് തീയും ജ്വലിപ്പിച്ച് രാമപാർശ്വം പ്രവേശിച്ചു നിന്നിടിനാൻ. ഭൂമി സുതയും അന്നേരം പ്രസന്നയായി ഭർത്താരമാലോക്യ ഭക്ത്യാ പ്രദക്ഷിണം കൃത്വാ മുഹുസ്ത്രയം ബദ്ധാഞ്ജലിയോടും ദേവദ്വിജേന്ദ്ര തപോധനന്മാരെയോ പാവകൻ തന്നെയും വന്ദിച്ചു ചൊല്ലിന. ഭർത്താവിനെ ഒഴിഞ്ഞ അന്യനെ ഞാൻ മമ ചിത്തെ നിരൂപിച്ചതെങ്കിൽ അതിന് നീ സാക്ഷിയല്ലോ. സകലത്തിനുമാകയാൽ സാക്ഷാൽ പരമാർത്ഥമെന്നറിയിക്ക നീ എന്നു പറഞ്ഞുടൻ 3 വലം വച്ച് വന്നിയിൽ ചാടിനാൻ കിഞ്ചിത് ഭയം വിനാ. ദുശ്യവനാദികൾ വിസ്മയപ്പെട്ടത് നിശ്ചലമായതോ ലോകവുമന്നേരമോ. ഇന്ദ്രനു കാലനു പാശിയും വായുവും വൃന്ദാരകാധിപന്മാരും കുബേരനും. മായാസീതയുടെ രൂപം കണ്ട് ശ്രീരാമൻ സീത പറയുന്നു, എൻ്റെ ഭർത്താവിനും മറ്റുള്ളവർക്കും വിശ്വാസം വരുത്തുവാൻ വേണ്ടി അഗ്നികുണ്ഠം തയ്യാറാക്കണം. അതിൽ ചാടി ശുദ്ധി തെളിയിക്കാൻ ഞാൻ ഒരുക്കമാണ്. രാമൻ്റെ ഭാവം നോക്കിയിട്ട് ലക്ഷ്മണൻ വാനരന്മാരുമായി ചേർന്ന് പെട്ടെന്ന് അഗ്നികുണ്ഠമൊക്കെ തയ്യാറാക്കി തീ ജ്വലിപ്പിച്ച് രാമൻ്റെ അരികിൽ നിന്നു. ഭൂമിപുത്രി പ്രസന്നയായി ഭർത്താവിനെ നോക്കി ഭക്തിപൂർവം 3 വട്ടം വലം വച്ച് ദേവന്മാരെയും ബ്രാഹ്മണരെയും താപസരെയും ഒക്കെ സാക്ഷി നിർത്തി അഗ്നിയെയും സാക്ഷിയാക്കി വന്ദിച്ച് പറഞ്ഞു, അല്ലയോ അഗ്നി, സകലതിനും സാക്ഷി നീയാണല്ലോ. ഭർത്താവൊഴികെ ആരെയെങ്കിലും ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ സർവസാക്ഷിയായ നീ സത്യം അറിയിച്ചാലും. സീത ഇത് പറഞ്ഞിട്ട് 3 പ്രാവശ്യം അഗ്നിയെ പ്രദക്ഷിണം ചെയ്ത് ഒട്ടും പേടികൂടാതെ തീയിലേക്ക് എടുത്തു ചാടി. ലോകം മുഴുവനും നിശ്ചലമായ നിമിഷം. സകല ജീവജാലങ്ങളും രാമൻ്റെ ചുറ്റും വന്ന് നിറഞ്ഞു നിന്ന് രാമനെ പുകഴ്ത്തി തുടങ്ങി. അഗ്നിശുദ്ധി വരുത്തിയ സീതയുമായി എല്ലാവരും അയോധ്യയിലേക്ക് യാത്ര തിരിച്ചു. ശ്രീരാമചന്ദ്ര കൃപലോ ഭജ മന ഹരണഭാവഭയദാരുണം നവകഞ്ചലോചന പഞ്ചമുഖകര കഞ്ചപാദ